സക്സസ്. അതിൽ നമ്മൾ ഒട്ടും മോശമല്ലാതെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഇക്കോണമിയെ തന്നെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. തീർച്ചയായും we all think about, if you're thinking about our Yes. With that, I believe we can give a pose to your function. Thank you so much, sir. Let's celebrate it. Let's start the celebration. Can we have the cake to the center stage? Can somebody help me out with this? ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് എഫേർട്ട്, അതിന്റെ സക്സസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആടുജീവിതം, the whole life, every breath is a battle. ആ സിനിമയുടെ ആദ്യത്തെ ചർച്ചയിലെ ഒരു പെരിഫറികളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇതുപോലൊരു സാധനമാണ്. ആ സിനിമ റിലീസായി അതൊരു വലിയ വിജയമായി, ആ സിനിമയുടെ വിജയം ആഘോഷിക്കപ്പെടുന്ന ഇതുപോലൊരു കൂട്ടായ്മ, അതാണ് അതിന്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോ 2008 അവസാനം 2009 തുടങ്ങുകാലത്ത് ബസ്സേട്ടൻ ആടുജീവിതം സിനിമയാക്കുന്ന പദ്ധതിയുമായിട്ട് എന്നെ സമീപിച്ചപ്പോൾ അന്ന് ആ ആദ്യത്തെ ചർച്ചയിൽ ഇത് തന്നെയായിരുന്നു സ്വപ്നം. ഈ സിനിമ റിലീസായി ഇതൊരു വലിയ വിജയമാവുന്ന ഒരു സാധനം. പക്ഷെ അന്ന് സ്വപ്നം 14 വർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക എന്ന് അന്ന് അറിയില്ലായിരുന്നു. അതൊരു വലിയ യാത്രയായി മാറുമെന്നും ഇത്ര വലിയൊരു പ്രയാണമാകുമെന്നും അന്നൊരു ധാരണയില്ലായിരുന്നു. ബ്ലസ്സേട്ടൻ എന്നോട് ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത്, രാജു സിനിമ എന്തൊക്കെയായാലും രാജുവിന്റെ ഈ സിനിമ ഇറങ്ങുമ്പോൾ രാജുവിന്റെ അടുത്ത സ്റ്റേറ്റുകൾ ഉണ്ടായാലും കിട്ടുമോ, അത് അടുത്ത സ്റ്റേറ്റുകളായിരുന്നു ഞാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഈ ചില സിനിമകൾ നമ്മൾ ആ സിനിമയുടെ പ്രോസസ്, ആ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്, ആ സിനിമയുടെ റിസൾട്ട്, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ നമുക്ക് ടേക്ക് അവേസ് ആയിട്ട് കൊണ്ടുപോകും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, ബ്ലസ്സേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും ഈ സിനിമ സൃഷ്ടിക്കപ്പെട്ട ഈ യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ടേക്ക്